ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിയുമായി സഖ്യം ചേരുന്നതിനേക്കാൾ വളരെയധികം ഫലവത്താകുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കുന്നതാണ് എന്ന് നിരീക്ഷണം നടത്തുകയാണ് ചന്ദ്രബാബു നായിഡു. വൈ.എസ്. ശർമിളയുമായി സഖ്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ബി.ജെ.പി നേതൃത്വവുമായുള്ള ഇപ്പോഴത്തെ സ്വരച്ചേർച്ചയില്ലായ്മ എല്ലാ രീതിയിലും പൊന്തിവരുന്ന സാഹചര്യം കൂടിയാണ്. പല വിഷയങ്ങളിലും ബി.ജെ.പി എടുക്കുന്ന നിലപാട് അത് ഏകാധിപത്യത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയുമാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അഭികാമ്യമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നതും ബി.ജെ.പി ഉത്തരേന്ത്യൻ പാർട്ടിയായി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നതും കർണാടകയിൽ മാത്രമല്ല തെലങ്കാനയിലും ബി.ജെ.പിയുടെ വളർച്ച അതൊരു പരിധിക്കപ്പുറത്തേക്ക് വരികയില്ല എന്ന് നായിഡു പറയാൻ കാരണമാകുന്നതും ബി.ജെ.പി നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പ്രാദേശിക നേതാക്കളിൽ പലരും ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നായിഡുവിനെ വരച്ച വരയിൽ നിർത്തണമെന്നുള്ളതാണ്. എന്നാൽ നായിഡു വരച്ച ഒരു ലക്ഷ്മണരേഖയുണ്ട്. അതിനപ്പുറത്തേക്ക് ബി.ജെ.പിക്ക് ചലിക്കാൻ കഴിയില്ല. നിലവിൽ എംപിമാരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ സഖ്യകക്ഷികളിൽ സംഭാവന ചെയ്തിരിക്കുന്നത് നായിഡു ആയതിനാൽ പെട്ടെന്ന് ഒരു കാര്യത്തിലും മോദിക്ക് നോ പറയാൻ കഴിയില്ല. അതുതന്നെയാണ് നായിഡുവിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബലം. 2014 സഖ്യമുണ്ടായിരുന്നപ്പോൾ പോലും ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നായിഡുവിന്റെ വാക്കുകൾക്ക് അത്ര വില കൊടുത്തില്ല. ഇടക്കാലത്ത് വെച്ച് നായിഡു മോദിയുമായി തെറ്റിപ്പിരിഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. നായിഡു പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ നാളെ വിലങ്ങുതടിയായി മാറാം. മോദിക്കും അമിത്ഷായ്ക്കും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമാണ് നായിഡുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും ഒരു സഖ്യത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അത് ജഗൻമോഹന് തിരിച്ചടിയായി മാറും. ശർമിളയും ജഗൻമോഹനും രണ്ട് തട്ടുകളിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജഗൻമോഹനുമായി ഒരു രീതിയിലും അടുക്കുകയോ സഖ്യം ചേരാനോ ശർമിള തയ്യാറാകുന്നില്ല. പല വിഷയങ്ങളിലും നായിഡു എടുക്കുന്ന സ്റ്റാൻഡ് അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്ന പ്രത്യാശ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. എ.സി.സി നേതൃത്വം വളരെ തീഷ്ണതയോടെയാണ് ആ സംസ്ഥാനത്തെ നോക്കിക്കാണുന്നത്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ എംപിമാരെ ദക്ഷിണേന്ത്യയിൽ നിന്നും സംഭാവന ചെയ്തിരുന്ന സംസ്ഥാനം. 2009 ആന്ധ്രയിൽ നിന്ന് മാത്രം 42-ൽ 33 എംപിമാരും 42-ൽ 33 എംപിമാരും ജയിച്ച ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ ആന്ധ്രയെ കൈവിടാൻ കോൺഗ്രസിന് മനസ്സില്ല.